സ്ത്രീകൾക്ക് കേരളത്തിൽ ഏത് KSRTC ബസ്സുകളിലും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്നത്. അപ്പൊ ടൂറൊക്കെ പോകണമെങ്കിൽ നല്ല ഉഗ്രൻ അവസരമാണ്. ഇന്ന് മെയ് 4 ഇലക്ഷൻ റിസൾട്ട് ഇറങ്ങിയ ദിവസം LDF താഴെ ഇറങ്ങി, UDF മുകളിൽ കയറി. ഇനി 5 വർഷം UDF ഭരിക്കും. ഇനി UDF എന്താ കാണിച്ചു വെക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. നേരത്തെ ഭരിച്ച പാർട്ടിനെക്കാട്ടി മോശമായിട്ടുള്ള ഭരണമാണ് കാണിക്കാൻ പോണേ, അവരെക്കാട്ടി നല്ല ഭരണമാണ് കാണിക്കാൻ പോകുന്നത്. ഇതൊക്കെ നമുക്ക് കണ്ടറിയാം. പക്ഷെ ഇവർ കുറെ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് 1000 രൂപ വെച്ച് കൊടുക്കാനും, പിന്നെ 2000 രൂപ എന്നുള്ള പെൻഷൻ 3000 രൂപ ആക്കാനും, 35 വയസ്സ് കഴിഞ്ഞ പെൺപിള്ളേർക്ക് 1000 രൂപ വെച്ച് സർക്കാർ കൊടുക്കുന്നുണ്ടെന്ന് അത് 2000 ആക്കാനും, പിന്നെ സ്ത്രീകൾക്ക് KSRTC ബസ് ഫ്രീ ആയിട്ട് കേരളത്തിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നടത്തി കാണിച്ച കൊള്ളാം. പറഞ്ഞാൽ പോരാ, നടത്തി കാണിക്കാം. വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, പ്രവർത്തിച്ച് കാണിക്കാം. ഇങ്ങനെ ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് KSRTC യാത്ര ചെയ്യാൻ ഒരു ആവാസങ്ങൾ ഉണ്ടായിരുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. ഞാൻ തമിഴ്നാട്ടിൽ ഷൂട്ടിംഗ് പോയപ്പോൾ കണ്ടുള്ളതാണ്. അതായത് MGR നടപ്പിലാക്കിയാണ് സ്ത്രീകൾക്ക് KSRTC ബസ് ഫ്രീ യാത്രയാണ്. അന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ആക്കാൻ പോകുന്നതാണ് ഈ UDF പറയുന്നത്. നടത്തി കാണിച്ചു കഴിഞ്ഞാൽ കൊള്ളാം. എനിക്ക് നമ്മുടെ കേരളത്തിലുള്ള സ്ത്രീ ജനങ്ങളാണ് പറയാനുള്ളത്. ഇവര് UDF ഒരു സുവർണമാണ്. എനിക്ക് മാനന്തവാടി, എറണാകുളം, ഫോർട്ട് കൊച്ചിയോ, കണ്ണൂരോ, കാസർഗോഡോ, ഇടുക്കിയോ, കട്ടപ്പന എവിടെ ഉള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി, നിങ്ങളുടെ ഫാമിലിയുള്ളവരെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ലേഡീസിന് KSRTC ബസ് ഏത് KSRTC ബസ്സിലും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ടൂറോ നല്ലൊരു അവസരമാണ്. ഇത് പാഴാക്കരുത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ടൂർ പോകുമ്പോൾ നിങ്ങൾക്ക് വഴി ചെലവിനുള്ളയും ഫുഡിനുള്ള അങ്ങനെയുള്ള ചെലവുകൾ മാത്രമേ വരുന്നുള്ളൂ. ബസ്സിൽ KSRTC ബസ് ഫ്രീ യാത്രയാണ്. KSRTC ബസ് മാത്രമേ ഉള്ളൂ ഫ്രീ യാത്ര. അതുകൊണ്ട് KSRTC ബസ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണം ടൂർ പോവാം. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനെയും കൂടി ടൂർ വയ്ക്കൂ. ഇനി പോലും നല്ലൊരു അവസരമാണ് തന്നിരിക്കുന്നത് സർക്കാർ. ഇതൊക്കെ സർക്കാർ സാക്ഷാത്കരിച്ച നല്ല കാര്യം. നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്, പാഴാക്കരുത്.